എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കളി ഉണ്ടായിരുന്നു കേട്ടോ. വിൻഡ് ബോളിൽ മഴക്കളിയാണ്. നമ്മളെ ഫൈനലാട്ടോ. നമ്മള് ഫൈനലിൽ എത്തിട്ടോ. നമ്മള് നേരത്തെ പോലെ അല്ല പ്ലാൻ കണ്ടോ എന്റെ മുന്നില് ഇപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് വെങ്കപ്പള്ളിക്കാരാട്ടോ നമ്മളെ വെങ്കപ്പള്ളിക്കാരാണ് നമ്മളെ എതിർ ടീം കേട്ടോ. അപ്പോൾ നമ്മള് ഫൈനലാണ്. ടോസ് ഞങ്ങൾക്ക് കേട്ടോ കിട്ടിയത്. എന്താ ഡിസിഷൻ നമുക്ക് ബെറ്റ് ചെയ്യണം അല്ലെ പോളോ? വലിയല്ലോ, ഇപ്പൊ മഴ ഇത് വലിയാൻ ചാൻസ് ഉണ്ട്. നല്ല ബോളേഴ്സ് ഉണ്ട്. നമുക്ക് ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ചാൻസ് കൊടുക്കുന്നുള്ളൂ. നമുക്ക് തീരുമാനിക്കും കുറഞ്ഞ ബോളിലും മറ്റേ ബോളേഴ്സ് ഉണ്ട് നമ്മളെ പോലെ. ഫുള്ളൊരു ഫൈനലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ബാറ്റിംഗ് എടുത്തിട്ടോ. ഫൈനല് തുടങ്ങാട്ടോ. ഫൈനല് നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെങ്ങപ്പള്ളിയും തമ്മിലാണ് മത്സരം. നമ്മളെ എന്തായാലും എൻ്റെ പേര് എൻ്റെ പേര് വൈശാഖ് ഫസ്റ്റ് ബോളുണ്ട്. കുഞ്ഞാണിയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. വെട്ടുകാരൻ ദാമു. ഓക്കെ, തന്നോണ്ട് കനത്ത ബോളിംഗ് ആട്ടോ. ബോളിന് ഭയങ്കര സ്പീഡാണ്. രണ്ടാമത്തെ ഓവർ സജിത്താട്ടല്ലേ കുഞ്ഞാണി സ്ട്രൈക്കിൽ. എത്ര റണ്ണായിട്ട് വാവാ? ഒരു ഓവറിൽ 9 റണ്ണാട്ടുള്ള. വിക്കറ്റ് ഒന്നും പോയിട്ടില്ല. നല്ല ബോൾ. അപ്പോ നല്ല 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 വെച്ചോ. അഞ്ചാണ് സിംഗിൾ റൺ. കുട്ടോ ഫസ്റ്റ് കൊള്ളാം. അപ്പോ ഓന്റെ നിർത്തൊക്കെ കണ്ടാല് ഓനെപ്പോണ്ട് ഇറക്കി വിട്ടാല് ഒരു രണ്ടാളും നോക്കി ആ രണ്ടാളെയും പള്ളുണ്ടെങ്കിൽ അതാണ് ഹൈലൈറ്റ്. ഒരുത്തം മോനാണ്. Shot. Catch drop. Run out time. രണ്ടാള് നിക്കണുണ്ട്. അത് അപ്പൊ ഇറക്കും വിചാരിച്ച് നിൽക്കാണ്. സംഭവം മെയിൻ ചെയ്തില്ല. ക്യാപ്റ്റൻ മുജീനെ ഇറക്കി. മറ്റേ രണ്ടാളെ വിഷമം നോക്കി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർ ഔട്ടായ വിഷമാണെന്ന്. അല്ലട്ടോ, ഇറങ്ങിയത് മുജീബാണ്. അതാണ് അവരെ വിഷമം. രണ്ടോവർ പിന്നിട്ടപ്പോൾ 11 റൺ കേട്ടോ. കുഞ്ഞാണിന്റെ വിക്കറ്റും പോയി. താമർജിത്താണ് ബോൾ ചെയ്യുന്നത് വെങ്ങപ്പള്ളിക്ക് വേണ്ടി. മുജീബ് സ്ട്രൈക്ക് ചെയ്യുന്നു. വൈഡ് ബോളാണ് ഫസ്റ്റ് തന്നെ ചെയ്ത്. ാണ് അപ്പീൽ ചെയ്യുന്നത്. അമ്പയർമാർക്ക് കുലിക്കുന്ന ഞാൻ കാണുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലാന്ന് വിളിക്കടാ.
എടുക്കടാ എടുക്കടാ ബോൾ എടുക്കടാ. വൈഡ് ബോളാണ്. ഷോട്ട് ജസ്റ്റ് മിസ്. അതിന്റെ തല മാറ്റി. ക്യാച്ച് കണ്ടില്ല. ക്യാച്ച് ഡ്രോപ്പ് ആട്ടോ. ഈ പൊട്ടനൊക്കെ ഇങ്ങനെ എന്താ അങ്ങനെയാണ് ക്യാച്ച് ആണ്. ഈ എവിടുന്ന വരുന്നേ മാരാഭൂത. ഷാറൂഖ് അത് ക്യാച്ച് ചെയ്തിരിക്കണം സുഹൃത്തുക്കളെ. ജീവന്റെ വിക്കറ്റ് പോയി. അതെ, ഇനി നമ്മുടെ പ്രിയ താരം വ്ളോഗർ ആസിഫ 3 സിക്സ് അടിച്ചാല് ഒരു ജ്യൂസ് വാങ്ങി തരും. 3 സിക്സ് അടിച്ചാൽ ജ്യൂസ് വാങ്ങി തരും. സിക്സ് ബോൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടെന്നീസൊക്കെ വിരമിച്ച പ്ലെയറാണ്. ആസിഫ് തന്നെ 3 ഓവർ പിന്നിട്ടപ്പോൾ 27 റൺ കേട്ടോ, 2 വിക്കറ്റ്. ഹരിയാണ് ബോൾ ചെയ്യുന്നത് വെങ്ങപ്പള്ളിക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് ബോൾ തന്നെ അൻവർ സിക്സ് അടിച്ചിരിക്കുകയാണ്. നമ്മുടെ പുറമെ തന്നെ നോ ബോളാണ്. നോ ബോൾ 6 ആണ് കാണിച്ചിരിക്കുന്നത്. സ്ട്രേറ്റ് ബോളാട്ടോ അൻവറാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. 6 തന്നെ സ്വന്തം നോ ബോളല്ലേ. വൈഡ്. എന്നോട് ക്ഷമിക്കണം സുഹൃത്തുക്കളെ, അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളെ പ്രിയ സുഹൃത്ത് വ്ളോഗർ വലിയൊരു കോമഡിയിലൂടെ റണ്ണൗട്ടായിരിക്കാണ്. റണ്ണൗട്ടാണ് ആസിഫ്, റണ്ണൗട്ടായിരിക്കാണ് സുഹൃത്തുക്കളെ. നമ്മളെ വ്ളോഗർ ആസിഫേ അപ്പൊ ജ്യൂസ്. അല്ലോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണണം. ഇനി ഇവിടെ തീ പാറും. മച്ചു വയനാടാണ് അറിയിക്കണത്. ആറ്റിറ്റ്യൂഡ് കിങ് മച്ചു വയനാട്. ഫ്രീ ആയിട്ട് തന്നെ മിസ്സായിരിക്കാണ് സുഹൃത്തുക്കളെ. ഭംഗിയായിട്ട് വെച്ചു. അങ്ങനെ ഞങ്ങളെ പൊയ്തണ്ണ പഞ്ചായത്തിന്റെ മൊത്തത്തിൽ നമ്മളെ വയനാട് ജില്ലയുടെയും ആറ്റിറ്റ്യൂഡ് പ്ലെയർ മിസ്റ്റർ മച്ചു വയനാട്. ഇതിപ്പോ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ആകെ ഞങ്ങളുടെ കയ്യിൽ 2 ബോളേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം അടിച്ചു കളഞ്ഞു. അതാണ് ഈ മച്ചു വയനാട് ഇറങ്ങുകയും ചെയ്തു. ആകെ സംഘത്തിലാണ് എന്ത് സംഭവിക്കാം. അത് കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ഈ കുന്ന് കണ്ടോ അവിടെ എത്തിയിരുന്നു. മച്ചു വയനാട് നോബാളാണ്. ഫ്രീ ആയി വിട്ടുകൊണ്ട് മച്ചു വയനാട്. ആരാധകർ പറയണത് പുറത്ത് മതി. ആസിഫ് എന്താ വേണ്ടേ? അത് പോവും വേണമെന്ന് വിചാരിച്ച് എറിയല്ല മക്കളെ. അത് അങ്ങോട്ട് പോവില്ലേ. 2 ഓവർ അടിച്ചിട്ട് ഇതിട്ടു. വീണ്ടും മൊത്തത്തിലൊരു 12 ബോളായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ വന്ന ആദ്യ ബോളിൽ തന്നെ മച്ചു വയനാട് ആദ്യം ഒരു വീഡിയോ കറക്റ്റ് കിട്ടി. മച്ചു വയനാട് സ്വന്തം ടീം ഔട്ടായിട്ട് ഇത്ര സന്തോഷമുള്ള ഏതെങ്കിലും ടീമുകൾ കണ്ടുകളോ? ഏത് കാലാ? 3-ാം കാലാ? വിക്കറ്റ് പോയി. നമ്മൾ തുടങ്ങാണ്.
ഫീൽഡിംഗ് ആണെങ്കിലും ലാസ്റ്റ് ഓവർ കേട്ടോ. 52 റൺ ഓൾറെഡി ആയിട്ടുണ്ട്. റൈഡ് വിളിച്ചിരിക്കണം എന്തായാലും. എവിടെ ഇന്ത്യയിൽ ബോള് കാണുന്നില്ലല്ലോ, ഒരുപാട് ദൂരം. വൈഡ് ഓടിയില്ല, റൺ ഓടിയില്ല സാർ. 60. ക്യാച്ച് മിസ്സായിരിക്കുന്നു സുഹൃത്തുക്കളെ. സിംഗിൾ ഒന്നും ഓടാതെ അൻവർ തൊട്ടടുത്ത ബോളിൽ വേറൊരു സിംഗിൾ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്ട്രൈക്ക് ചെയ്യുന്നു കേട്ടോ. ഹരി അത് മിസ്സാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മുഷ്താഖ് അഹമ്മദ് മികച്ച ഒരു 6. അവസാന ബോൾ ബൗണ്ടറി കടത്തിക്കൊണ്ട്. മോനെ ആസിഫ 72 റണ്ണാണ്. എന്താ സ്ഥിതി? അത് സത്യത്തിൽ ഓന്റെ ഒരു ഭാഗ്യം നോക്കുക, അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവനാ പറ്റിച്ചോ പോലെ. നോ ബോളില് അൻവർ അല്ലേ? നോ ബോളിൽ റൺഔട്ടായ ലോകത്തിലെ തന്നെ ചുരുക്കം ചില ആളുകളിൽ പ്രമുഖനാണ് ഈ വ്യക്തി. ചാനലിന്റെ ഉടമ സ്വന്തം ആസിഫ്. 72 പിന്തുടരുന്ന നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഫസ്റ്റ് ഓവർ ആസിഫ് തന്നെയാണ്. ഫസ്റ്റ് ബോൾ മികച്ചൊരു ബോളിംഗ് തന്നെ കേട്ടോ. സിംഗിൾ. പുള്ളിയുടെ ബെസ്റ്റ് ബാറ്റ്സ്മാൻമാരായ ഷാറൂഖും കാർത്തികും കളിക്കുന്നത്. ഇവരിടക്കിടക്ക് അമ്പയർമാരെങ്ങനെ വെൽ ബോളിംഗ്. ഡിലാക്കലടാ, ഇരുത്ത അവിടെ കളിക്കട. ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടീമിലെ മികച്ച ഒരു ഫീൽഡർ തന്നെയാണ്. നല്ല ബോളർ ഫീൽഡറാണ്. പക്ഷെ ഇവന്റെ സ്വഭാവം കൊണ്ട് അവന് വിട്ടുപോയതാണോ കുഞ്ഞാനെ പള്ളമുള്ള കൂടിയടാ. എന്താ ഒരു കളിക്കാരന്റെ പള്ളയെ പോയി. ഷാറൂഖ് What a shot! Lava shot. എടാ ബോളിന് പോ. അതിന് ഇന്നോട് അന്ന 6 അടിച്ചു. ഇന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? ഇന്നെ ചീത്തറിയാ. ഞാൻ ഓൻ ബോൾ ചെയ്യുമ്പോ ഒച്ച ഉണ്ടാക്കിട്ട് അവനെ 6 കിട്ടിയെന്ന് ആക്ക് ഇപ്പൊ ആരോടെങ്കിലും പറയാൻ പറ്റും. കാർത്തികിന്റെ മനോഹരമായ 6 അടങ്ങുണ്ട്. അവസാനത്തെ ബോളാട്ടോ. ആദ്യത്തെ ഓവറിലെ അവസാനത്തെ
ഫുള്ള് മഴ പെയ്ത് നനഞ്ഞുകൊണ്ടേ ഫീൽഡർമാർക്ക് ബുദ്ധിമുട്ടാണ്. എത്ര എണ്ണം കൊടുത്ത്? 14. അവൻ്റെ കർത്തവ്യം ചെയ്തു. 14 റണ്ണ് കൊടുത്തിരിക്കുന്നു. എന്നോട് പറഞ്ഞ മേടിയനാക്കുന്ന കേട്ടോ. 10ാമത്തെ ഓവർ മുജീബാണ് ചെയ്യുന്നത്. ഇവന് ഫുള്ള് അലമ്പാട്ടോ. ദേശം പിടിച്ചു. ഇതൊക്കെ പോയി യൂട്യൂബ് ജസ്റ്റ് മിസ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മളെ ആഗോള തലത്തിലുള്ള ക്രിക്കറ്റിന്റെ നിയമമല്ല ഈ ഗ്രൗണ്ടില്. കുഞ്ഞാണിയാ ഇവിടുത്തെ നിയമം സുരേലമാണ്. വേറെ ആളെ നിർത്താൻ ശ്രമിക്കും. 3ാമത്തെ ഓവർ മുസ്താഖാണ്. ഇപ്പൊ 26 റണ്ണ വാവ. ഒരു ലാസ്റ്റ് ബോൾ സിംഗിൾ എടുത്തില്ലേ? ഇല്ല, 26 റൺ. ഇനി എത്ര എണ്ണമാണ് ജയിക്കാൻ? 17 ബോളിൽ 46 റണ്ണാണ്. ഇവിടെ മെയിൻ ഹിറ്റർമാർ തന്നെ കേട്ടോ പറ്റിയാണ്. വിക്കറ്റൊന്നും പോയിട്ടില്ല. ഈ ഏരിയത്തെ മെയിൻ അലമ്പ എല്ലാ കളിയിലും ഉണ്ടാവും. ഫുൾ അലമ്പാക്കാനായിട്ട് വരുന്നു. പള്ള ഉണ്ടാത്തറിയാം. ആ പള്ള നിറച്ച അലമ്പ. എവിടെ എന്റെ ഫോൺ കാണില്ല. അല്ല, ബോൾ കാണില്ല. ബോൾ സ്പീഡാക്കി. ബ്ലാക്കർമൈറ്റിന്റെ മാനേജറാട്ടോ. What a six! Again and again, Shahrukh. Yeah, 6. പോയിട്ടോ. ഇവനാണ് ഇവിടുത്തെ മെയിൻ ബോൾ വർക്കി. ചാച്ചടിയിലൂടെ ഓടി നല്ല ഒളിച്ചൊന്ന് പരിചയമുള്ള, സ്കൂൾക്കൊന്നും പോകേണ്ട ഒളിച്ചൊന്ന് പരിചയമുള്ള. ഫസ്റ്റ് ബോൾ തന്നെ 6 വരുത്തിക്കൊണ്ട് കാർത്തിക്. വിജയത്തിനരികെ അമ്മപ്പള്ളി. 20 റണ്ണും കൂടെ. 11 ബോളിൻ്റെ 20 റണ്ണും കൂടെ വരും. റണ്ണൗട്ടായിരിക്കണം. കളിയുടെ മെയിൻ ബാറ്റ്സ്മാൻ ഷാറൂഖ്. റണ്ണൗട്ടായിരിക്കാണ് സജിത്ത് അറിയാം. ആസിഫേ, ഇനി എത്ര റണ്ണാണോ? 20 വേണ്ട. ഇനി 10 മതി.
7 ബോളിൽ 9 റൺ മതി കേട്ടോ. 7 ബോളിൽ 9 റൺ. ആറ് ബോളിൽ 8 റൺ വേണം. മച്ചു വയനാടാണ്. മച്ചു വയനാട്, ആറ്റിറ്റ്യൂഡ് കിങ് മച്ചു വയനാട്. മൂപ്പര് വിളിച്ചിട്ട് ഓനെടുക്കാൻ പറഞ്ഞത്. മച്ചു വയനാട് ടു കാർത്തിക്. ഫസ്റ്റ് ബോൾ. ഫുൾ പവർ, ഫുൾ ലോഡ്. മച്ചു വയനാട്. നല്ല ബോള്. നല്ല ബോള്. ഫസ്റ്റ് ബോളിൽ സിംഗിൾ പോയിട്ടോ. അപ്പൊ 5 ബോളിൽ 7 റണ്ണാണ്. മച്ചു വയനാടിനെ ഫുൾ ടോസ് 6 അടിച്ചു പോട്ട സജിത്ത്. കളി സമനിലയിലായിരിക്കാണ്. ചെക്കൻ കരിയാണോ ഇനി ബോളറെ ചീത്ത പറയാണോ അറിയില്ല. ഇപ്പൊ ഒരു തോറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങളെ ചീത്ത അറിയാണ് കമ്മിറ്റിക്കാരെ. അതിന്റെ ക്യാമറ കിട്ടിയില്ല, കുറെ ദൂരം. എന്താ പറ്റിയ ആസിയ? ഒരു ക്യാച്ച് മിസ്സാക്കി അല്ലേ? അത് ശരി, ഈ ക്യാച്ച് മിസ്സാക്കി ഇനി പറയാ. ചാത്തനൊരു ക്യാച്ച് മിസ്സാക്കില്ലേ? കൊടുക്കണേ അവനല്ലേ എടുത്ത്. ഇത് ഇവ നല്ല ഫീൽഡറാ. സംഭവം എന്റെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട് വിട്ടു. എന്റെ ബോളല്ലേ വിട്ട് ഇവത് വരെ ക്യാച്ച് കിട്ടിയില്ല എന്നല്ലേ? അപ്പൊ നിങ്ങൾ ജയിച്ച എല്ലാവരുടെ ചാനൽ മികച്ച പോരാട്ടം നടത്തിയ മച്ചു വയനാട്. ആഷിഫ് അണ്ടിയുണ്ട്. ആഷിഫ് ഉണ്ടാക്കാൻ ഞങ്ങൾ ചാനൽ വീണ് ഇനി എന്ത് പറയാനാ? ഉടനീളം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അവസാന മത്സരത്തിലാണ് അവർ തോറ്റത്. ഈ ഇടയ്ക്ക് ഇവര് തമ്മിലൊരു അടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 പള്ളകൾ തമ്മിൽ കാണിക്കാൻ പറ്റിയില്ല. ഇവന് ചാലില് വീണതാ മൊത്തം നനഞ്ഞെടുക്കണ്ടില്ലേ? ചാലിലേക്ക് എറിഞ്ഞാണ്. നല്ല കമന്റേറ്റർ പിന്നെ ഔട്ടായി. നമ്മള് ചെറിയ ടൂർണമെന്റ് ആയിരുന്നു കേട്ടോ. ഇതെത്രയായിരുന്നേ? കണക്കൂട്ടലാട്ടോ. ഇപ്പൊ ചായ പൈസ ബാക്കിയില്ലാന്നാ തോന്നുന്നു. അവൻ ചോദിക്കാണ്, കുഞ്ഞാണി ചോദിക്കാണ്, എങ്ങനെ മോനെ എങ്ങനെ അടിക്കണേ? നമുക്കൊന്നും ആണില്ലല്ലോ. ഈ ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും ലാൻസിയ ക്ലബിന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ടൂർണമെന്റിൽ 2 ടീമുകളെ ഇറക്കി ഞങ്ങളോട് പ്രത്യേകമായി സഹകരിച്ച വേങ്ങപ്പള്ളി 420 ടീമിനെ പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം കഴിഞ്ഞ തവണത്തെ പോലെ ഇവിടെ ഈ വിൻഡ് ബോളിൽ വേറൊരു ചാമ്പ്യന്മാരില്ല എന്ന് വീണ്ടും അവർ തെളിയിച്ചിരിക്കുന്നു. അറിയിക്കുന്നു. കൂടാതെ നമ്മൾ ഇനി കാര്യപരിപാടിയിലേക്ക് നടക്കുന്നത് എല്ലാവരും ക്ഷണിക്കുകയല്ലേ. ഫൈനലി മാൻ ഓഫ് ദി മാച്ച് കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും ക്ലബിന്റെ മാനേജർ ആസാദാണ്.
ടൂർണമെന്റിലെ ബെസ്റ്റ് ബാറ്ററായി തെരഞ്ഞെടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കുഞ്ഞാണി. ബെസ്റ്റ് ബാറ്റർ ടൂർണമെന്റിലെ ഞങ്ങളെ മെയിൻ മരം വെട്ടുകാരനാണ്. അതിലും വലിയ ശിക്ഷ കിട്ടാനില്ല. സുരയാണ് കൊടുക്കണത്. സുരാലോ ഈ ഗ്രൗണ്ടിന്റെ ക്രിക്കറ്റ് നിയമം എഴുതിയ സുര. അടുത്തത് ടൂർണമെന്റിലെ ബെസ്റ്റ് ബോളറാണ്. അത് ലാൻസിയ ക്ലബിന്റെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇല്ലാസ്. നൽകുന്നത് നമ്മളെ വാങ്ങിക്കോ. ലാൻസിയുടെ ക്യാപ്റ്റൻ ഇഷാം സീരി. എനിക്ക് ഇല്ല കുഞ്ഞാണി. ടീമിന്റെ കാര്യം എനിക്കറിയണ്ടോ? പെർഫെക്റ്റ്. അടുത്തത് ടൂർണമെന്റിലെ റണ്ണേഴ്സായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിനുള്ള ട്രോഫിയാണ്. അതേപോലെ അത് നമ്മളതാ നമ്മളൊന്നുണ്ടായില്ല വെള്ളം. അതെവിടെ? ഇവനൊക്കെ തലക്കാക്കണമല്ലേ മഹാലും പണം. ടീമിനുള്ള ട്രോഫിയാണ്. അത് നൽകുന്നത് ലാൻസിയുടെ ആരിസു അതേപോലെ ഷെഫീഖുമാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി വിജയികളായിട്ടുള്ള 14 പ്ലേസിനെയും ക്യാപ്റ്റനെയും എന്റെ കാര്യത്തില് പിടിച്ചോ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ. അപ്പോൾ ഞങ്ങളെ കളി കഴിഞ്ഞോ, ഞങ്ങൾ ഫൈനലിൽ തോറ്റു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.